മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് നിലപാട് കടുപ്പിക്കുന്നതിനിടെ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 ഉൾപ്പെട്ട സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസ് വേണ്ടെന്ന് ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. സർക്കാർ നീക്കം മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ സംരംഭക സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി 47 പരിഷ്കാരങ്ങളാണ് നിയമങ്ങളിലും ചട്ടങ്ങളിലും കൊണ്ടുവരാൻ പോകുന്നതെന്ന് മന്ത്രി എം. രാജേഷ്. നിയമവിധേയമായ ഏതു സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിനു പകരം രജിസ്ട്രേഷൻ മാത്രം. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ല. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ലെന്നും മന്ത്രി. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ അനുമതി നിഷേധിക്കാൻ പാടില്ല പഞ്ചായത്തുകൾ. ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം. ഇതാണ് അവരുടെ ശുപാർശ, ഈ കമ്മിറ്റിയുടെ ശുപാർശ. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുള്ള കമ്മിറ്റിയാണ്. അദാലത്തടക്കം നടത്തിയാണ് തീരുമാനമെടുത്തതെന്നും കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാനാകുമെന്നും വ്യവസായ മന്ത്രി പി. രാജീവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദാലത്ത് നടത്തുകയുണ്ടായി. ഞങ്ങളുടെ അദാലത്ത് നടത്തിയപ്പോഴും പൊതുവായി മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കുറേയേറെ ചട്ടങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. ആ ചട്ടങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള ഇന്നത്തെ പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല കാറ്റഗറി 1 വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രി എം. രാജേഷ് വ്യക്തമായ മറുപടി നൽകിയില്ല. തദ്ദേശ വകുപ്പിന്റെ ചട്ടഭേദഗതി തീരുമാനം ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാർ തീരുമാനത്തിനെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഇവിടെ വ്യവസായ മേഖലയല്ല, ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇതുവരെ അത്തരം ഒരു മേഖലയില്ല. പിന്നെ ഇത് മദ്യ കമ്പനിക്ക് വേണ്ടിയല്ലേ ഇത്തരം ഒരു വ്യവസായ മേഖല കാറ്റഗറി 1 കൊണ്ടുവരുന്നത്. ഇതിനെ അത് എനിക്ക് പറയാനുള്ളത്, കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങിയതിന്റെ കൂറാണ് മന്ത്രി ഈ പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മദ്യനിർമ്മാണശാല വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ ക്രൈസ്തവ സഭകളും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.